സാർ, സത്യത്തിൽ ഈ അമേരിക്കയിലെ ട്രംപിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ മോദിയെ വിളിച്ചില്ല എന്ന് പറഞ്ഞ് കുറേ ആളുകൾ കിടന്ന് കുരയ്ക്കുന്നുണ്ട്. വിളിച്ചെന്നും പറഞ്ഞ് കുറേ ആളുകൾ നിലവിളിക്കുന്നുമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? രണ്ടും ശരിയല്ല എന്ന് പറയുന്നത് മലയാള മനോരമ പത്രമാണ്. മലയാള മനോരമ മോദിയുടെ പത്രമൊന്നും അല്ലല്ലോ. എന്തെങ്കിലും സന്ദർഭം കിട്ടിയാൽ മോദിയെയും BJPയെയും കേന്ദ്ര സർക്കാരിനെയും ഇടിച്ചു താഴ്ത്തണം എന്ന് ലക്ഷ്യമുള്ള തത്രപ്പെടുന്ന പത്രമാണ് മലയാള മനോരമ എന്ന് ഞാൻ പറഞ്ഞ തെറ്റുണ്ടോ? ഇല്ല. മനോരമയുടെ ഇന്നത്തെ പത്രം ട്രംപിൻ്റെ സ്ഥാനാരോഹണം സംബന്ധിച്ചുള്ള വാർത്ത ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ വിവാദ നടപടികളുമായി രണ്ടാം വരവിലും ട്രംപ്, പേജ് 7. അതിൻ്റെ കൂടെ ഇവിടെ ഒരു ചെറിയ ബോക്സ് വാർത്തയുണ്ട്, ഞാൻ വായിക്കാം. മോദിയുടെ കത്തുമായി ജയശങ്കർ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സ്ഥാനാരോഹണത്തിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ പങ്കെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെഴുതിയ കത്തുമായാണ്. ട്രംപിനെ അഭിനന്ദിച്ച് മോദി സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു. അടുത്ത പാരഗ്രാഫ് കേൾക്കണം. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രതിനിധിയായാണ് ജയശങ്കർ ചടങ്ങിനെത്തിയത്. രാജ്യത്തലവന്മാർ ചുമതലയേൽക്കുന്ന ചടങ്ങിൽ കേന്ദ്ര സർക്കാർ പ്രതിനിധിയായി വിദേശകാര്യമന്ത്രി പങ്കെടുക്കുന്നതാണ് ഇന്ത്യൻ രീതി. വിദേശത്ത് ഒരു പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഏതെങ്കിലും രാജ്യത്ത് വന്നാൽ ഇന്ത്യ ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിച്ച് നമ്മുടെ വിദേശകാര്യമന്ത്രി പോകുന്നതാണ് ഇന്ത്യൻ രീതി എന്ന് പറഞ്ഞാൽ മോദി സർക്കാരിൻ്റെ രീതിയല്ല, ഇന്ത്യൻ രീതി എന്ന് പറഞ്ഞാൽ ഇന്ത്യ എക്കാലത്തും ചെയ്യുന്നത് അങ്ങനെയാണ്. ഇത് അമേരിക്കയ്ക്ക് അറിയില്ലേ? അറിയാം. അപ്പോൾ പിന്നെ അമേരിക്ക ഓരോ ആളുകളും ചെയ്യുന്നത് എന്താണെന്ന് അറിഞ്ഞില്ലേ പ്രവർത്തിക്കുക. അപ്പോൾ മോദിയെ വിളിച്ചാലും ആരായിരിക്കും പോവുക? വിദേശകാര്യമന്ത്രി. അതാണ് ഇന്ത്യ ഇതുവരെ തുടർന്ന് വരുന്ന രീതി എന്ന് ആര് പറയുന്നു? മനോരമ പറയുന്നു. BJP അല്ല, മോദിയല്ല, ABC-യോ മീഡിയ മലയാളമോ അല്ല പറയുന്നത്, മനോരമ പറയുന്നു. ഇതിൽ കൂടുതൽ എന്തു പറയണം? അല്ല, ഇനിയിപ്പോൾ മോദിക്ക് വേണമെങ്കിൽ ഇവർ വലിയ ദോസ്തുക്കളായതുകൊണ്ട് മോദിക്ക് വേണമെങ്കിൽ ട്രംപിന് വേണമെങ്കിൽ മോദിയെ വിളിച്ചുകൂടെ, മോദിക്ക് പൊയ്ക്കൂടെ എന്ന് ചോദിക്കാം. ചേട്ടാ, അങ്ങനെ വേണമെന്നുണ്ടോ? ഈ ലോകത്ത് അമേരിക്കയുടെ ഏറ്റവും അടുത്ത ചങ്ങാതി ആരാ? ഇസ്രായേൽ അല്ല. അമേരിക്കയുടെ ഏറ്റവും അടുത്ത റഷ്യ അല്ല. UK, യുണൈറ്റഡ് കിങ്ഡം, ബ്രിട്ടൻ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ വിളിച്ചിട്ടില്ല. ഇല്ല. നെതന്യാഹുവിനെ വിളിച്ചിട്ടില്ല. അമേരിക്കയുടെ കുഞ്ഞനിയനാണ് അല്ലേ? ലോകത്ത് പലയിടത്തും അമേരിക്ക ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അമേരിക്ക ചെയ്യുന്നത് ആരെ കൊണ്ടാണ്? കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചൂട് വാരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെ കൊണ്ട് ചെയ്യും. ഇസ്രായേലിന് സന്തോഷമാണ്. ഇറാനെ പോയി അടിയിടാം, ഇറാനെ പോയി ഇസ്രായേൽ അടിക്കും, അല്ലെങ്കിൽ സിറിയയെ പോയി അടിക്കുക. അമേരിക്ക ആളും അർത്ഥവും കാശും കൊടുക്കും, ഇസ്രായേൽ ഓപ്പറേറ്റ് ചെയ്യും. അമേരിക്ക ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് ഇസ്രായേൽ നടപ്പാക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേലിന് നിരന്തരം ലോകത്ത് മുഴുവൻ ഇസ്രായേലിനെതിരെ ജിഹാദി ലെഫ്റ്റ് ലിബറൽ ആളുകൾ ബഹളം വെച്ചിട്ടും അതൊന്നും കൂസാതെ അമേരിക്ക ഇസ്രായേലിന് പണം, ആയുധം ഒക്കെ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇസ്രായേൽ അമേരിക്കയുടെ ഏറ്റവും വേണ്ടപ്പെട്ടതാണ്. ഇസ്രായേലിന് എന്തുകൊണ്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയെ വിളിച്ചില്ല? ഇസ്രായേലിൻ്റെ പ്രസിഡന്റിനെ വിളിച്ചില്ല? ആരെയും വിളിച്ചിട്ടില്ല. അങ്ങനെയല്ല. പിന്നെ നോക്കൂ, ചൈനയിൽ നിന്ന് ചൈനീസ് പ്രസിഡന്റിനെ വിളിച്ചു. ശരിയാണ്. അയാൾ പങ്കെടുത്തോ? ഇല്ല. വൈസ് പ്രസിഡന്റിനെ വിട്ടു. പിന്നെ വിളിച്ചത് നമ്മുടെ മെലോനിയെ വിളിച്ചിട്ടുണ്ട്. അവരുടെ രാജ്യത്ത് നിന്ന് ഇങ്ങനെ പോകുന്ന ശീലമുണ്ട്. ചൈന എന്താ പോകാത്തത്? ചൈനയ്ക്കും ഈ പറയുന്നത് പോലെ മറ്റ് രാജ്യത്തെ തലവന്മാർ സ്ഥാനമേറ്റെടുക്കുമ്പോൾ പോകുന്ന ശീലം ആർക്കില്ല? ചൈനയ്ക്കില്ല. എന്നാൽ നേരെ തിരിച്ച് ഈ മോദി അധികാരത്തിൽ വരുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഇവിടെ വരാറുണ്ടോ? ഇല്ല. അമേരിക്കയ്ക്കും ഇല്ല ശീലം. ചില രാജ്യങ്ങൾ മറ്റ് രാജ്യത്തെ കൗണ്ടർ പാർട്ട്, അവരുടെ തത്തുല്യ പദവിയിലിരിക്കുന്ന ആൾ വരുമ്പോൾ സത്യപ്രതിജ്ഞാ ചടങ്ങിന് പോവില്ല. അതിന് സ്ഥാനമേറ്റെടുത്തതിന് ശേഷം ഔദ്യോഗികമായൊരു സന്ദർശനം നടത്തും. അപ്പോൾ ചൈനയ്ക്ക് ആ ശീലം ഇല്ലാത്തതുകൊണ്ട് ചൈന എന്ത് ചെയ്തു? ചൈനയെ വിളിച്ചിട്ടും പ്രസിഡൻറ്റെ ഷീയെ വിളിച്ചിട്ട് പോലും ഷീ പോകില്ല. കാരണം ചൈനയ്ക്ക് പോകുന്ന പരിപാടിയില്ല. വൈസ് പ്രസിഡന്റിനെ വിടും. ഇന്ത്യയിൽ മോദിയെ വിളിച്ചാലും ജയശങ്കറെ പോകത്തുള്ളൂ. പക്ഷേ ഇതറിയാവുന്ന ട്രംപ് എന്താ ചെയ്യുന്നത്? ട്രംപിൻ്റെ ആദ്യത്തെ വിദേശയാത്ര ചൈനയിലേക്കും ഇന്ത്യയിലേക്കും ആയിരിക്കും. അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് മോദിയെ അപമാനിച്ചത്? ഇതിനു മുമ്പ് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായല്ലോ, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായല്ലോ, മൻമോഹൻ സിംഗ് ആയല്ലോ. അപ്പോൾ ഏത് അമേരിക്കൻ പ്രസിഡന്റ് വന്നിട്ടുണ്ട്? ഏതെല്ലാം രാജ്യത്തലവന്മാർ സത്യപ്രതിജ്ഞാ ചടങ്ങിന് വന്നിട്ടുണ്ട്? മോദി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ആരാ വന്നത്? പ്രധാനമായും വന്നത് ഷെയ്ഖ് ഹസീനയാണ് അല്ലേ? അപ്പം നമ്മളെക്കാളും
ഇത്തിരി കുറഞ്ഞ ചില രാജ്യങ്ങളെ വിളിക്കും, അവർ വരും. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മളൊരു വൻശക്തിയാണ്, വൻശക്തി അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന എക്കോണമിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യങ്ങളിലൊന്നും നമ്മുടേതാണ്, ഏറ്റവും വലിയ അംഗബലമുള്ള സൈന്യങ്ങളിലൊന്നും നമ്മുടെയാണ്. അത്രയും വലിയൊരു മൈറ്റി പവറായി മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ മറ്റൊരു രാഷ്ട്രത്തലവൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പോവാറില്ല. ഇത് മോദിയുടെ കാലത്തുമല്ല. വീണ്ടും നമുക്ക് മനോരമയുടെ വരി ഒന്നുകൂടെ ആവർത്തിക്കാം. കേന്ദ്ര സർക്കാർ പ്രതിനിധിയായി വിദേശകാര്യമന്ത്രി പങ്കെടുക്കുന്നതാണ് ഇന്ത്യൻ രീതി. അതാണ് കാര്യം. അപ്പോൾ ഇതറിയാതെ കുറേ കിഴട്ട് കഴുതകൾ മോദിയെ അപമാനിച്ചു, മോദിയെ വിളിച്ചില്ല എന്നൊക്കെ പറയുന്നത് അവരുടെ ഒരുമാതിരി ഈ വിവരമില്ലായ്മ വിട്ടിത്വമല്ല, മോദിയോടുള്ള ദേഷ്യം കരഞ്ഞു തീർക്കുകയാണ്. കഴുത കരഞ്ഞു തീർക്കുന്നു പറഞ്ഞത്. അതിലപ്പുറത്ത് നമ്മൾ അതിനൊരു കാര്യം നടത്തേണ്ട കാര്യമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ട്രംപ് അധികാരമേറ്റെടുത്തതിന് ശേഷം ആദ്യം വരുന്ന 2 രാജ്യങ്ങൾ, ആദ്യം സന്ദർശിക്കാൻ പോകുന്ന 2 രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയുമാണെന്ന് പറഞ്ഞത്? അത് വളരെ പ്രധാനമല്ലേ? അപ്പോൾ ഇന്ത്യയിലേക്ക് ആദ്യം വരുന്നു എന്ന് പറയുമ്പോൾ ചൈന പരമ്പരാഗതമായി അമേരിക്കയുമായി പോരിലുള്ള രാജ്യമാണ്. അവിടെ പോകുമ്പോൾ ഒരുപക്ഷെ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക. ഈ അമേരിക്കയിൽ ഇനി ട്രംപിൻ്റെ നയമെന്ന് പറഞ്ഞാൽ ഒരു പൈസ യുദ്ധത്തിന് മുടക്കാനില്ല. അമേരിക്കൻ പ്രസിഡൻ്റായി ട്രംപ് ഇരുന്ന കഴിഞ്ഞ ടൈമിൽ ഒറ്റ യുദ്ധവും നടത്തിയിട്ടില്ല. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ട്രംപ് സേനയെ പിൻവലിക്കുകയായിരുന്നു, അല്ലേ? ഏറ്റവും കൂടുതൽ പട്ടാളക്കാരെ അഫ്ഗാനിൽ നിന്ന് പിൻവലിച്ചത് ട്രംപാണ്. ട്രംപ് അവിടെ യുദ്ധം ചെയ്ത് ഒരു യുദ്ധവും നടത്താത്ത അമേരിക്കൻ പ്രസിഡൻ്റാണ്. നാറ്റോയെക്കുറിച്ച് ട്രംപ് പറയുന്നതെന്നറിയോ? നാറ്റോ രാജ്യങ്ങൾക്ക് എല്ലാം സംരക്ഷണം കൊടുക്കാമെന്ന് അമേരിക്ക ഏറ്റിരിക്കുകയാണ്. നിങ്ങളൊരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നു, LIC എടുക്കുന്നു. LIC നിങ്ങൾക്ക് ആപത്ത് വന്നാൽ നിങ്ങൾക്ക് നഷ്ടപരിഹാരം തരും, അല്ലേ? നിങ്ങളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കും. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം? പോളിസി തുക അടയ്ക്കണം മാസം തോറും. ഇത് നാറ്റോയിൽ ചേർന്ന് കഴിഞ്ഞാൽ അമേരിക്ക സഹായിച്ചോളും. നിങ്ങൾ പോളിസിക്കുള്ള കാശ് പോലും തരുന്നില്ല. എന്തിന് നാറ്റോയിൽ ചുമക്കണം? ഉക്രൈൻ്റെ കാര്യത്തിൽ ഉക്രൈനും ഇസ്രയേൽ പണം എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയാണ്. ട്രംപ് ചോദിക്കണേ, അവന്മാർ തമ്മിൽ അടിക്കുന്നതിന് ഞാൻ എന്തിനു കാശ് കൊടുക്കണം? ശരിയല്ലേ? അമേരിക്ക ട്രംപിൻ്റെ നയം ഒരു ചില്ലി പൈസ യുദ്ധത്തിന് വേണ്ടി മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ എനിക്ക് സൗകര്യപ്പെടത്തില്ല. അത് ഇസ്രയേലിനും ചിലപ്പോൾ ബാധകമായിരിക്കും. ഇസ്രയേലിനെ സംബന്ധിച്ച് ഈ യുദ്ധം ഇങ്ങനെ ഇങ്ങോട്ട് മുന്നോട്ട് പോവുക എന്ന് വെച്ചാൽ അമേരിക്കയുടെ കാശാണ് പോണത്. ഇസ്രയേലിന് ആയുധം കൊടുക്കുന്ന അമേരിക്ക, ഇസ്രയേലിന് പണം കൊടുക്കുന്ന അമേരിക്ക, ഇസ്രയേലിന് സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമ്പോൾ പിന്നെയും പണം കൊടുക്കുന്ന അമേരിക്ക. ഇതൊന്നും തിരിച്ചു കിട്ടാനില്ല, അങ്ങ് കൊടുത്തുകൊണ്ടിരിക്കും. ഇങ്ങനെ വെറുതെ എങ്ങനെ കൊടുക്കും? അപ്പോൾ ഈ പണ്ടാരം ഈ യുദ്ധം അങ്ങോട്ട് അവസാനിച്ചു കഴിഞ്ഞാൽ ഈ കാശ് കൊടുക്കണ്ടല്ലോ, ഇസ്രായേലിന് വട്ടച്ചെലവിനുള്ള കാശ് കൊടുത്താൽ മതിയല്ലോ, ആയുധം കൊടുക്കണ്ടല്ലോ. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, യുദ്ധം അങ്ങ് തീർക്കാം. അതുകൊണ്ടുകൂടിയാണ് ഈ സമാധാന കരാർ ഒപ്പിടാൻ ട്രംപ് നിർബന്ധിക്കുന്നത്. അപ്പോൾ ഇത് സംഭവിക്കാവുന്ന പലസ്തീനികളെ നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾക്ക് പലസ്തീൻ എന്ന് പറഞ്ഞൊരു പണ്ടാറടങ്ങാൻ രാജ്യം പോലെ ഒരു കാര്യം ചെയ്യാം, ഗാസയെ അവിടെങ്ങാനും മുറിച്ചിട്ട് ഒരു കഷ്ണം അവന്മാർക്ക് കൊടടെ എന്ന് പറയാം. അപ്പോൾ ചിലപ്പോൾ ഹമാസ് ഇസ്രായേൽ സമ്മതിക്കും. എന്നിട്ട് ഹമാസിൻ്റെ മേലാൽ മിണ്ടിപ്പോരുത്, അവിടെ കിടന്നോളാം, നിൻ്റെ ഈ പലസ്തീൻ രാജ്യമായി വേണ്ടി വന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം, പലസ്തീൻ രാജ്യത്തെ അങ്ങ് അംഗീകരിച്ചേക്കാം. ഇപ്പോൾ ജെറുസലേമിൽ ഈ അമേരിക്ക എംബസി, ഈ ഇസ്രായേലിൻ്റെ ആഗ്രഹം ജെറുസലേമിൽ എംബസി തുറക്കണമെന്നാണ്. ലോകരാജ്യം ജെറുസലേം തലസ്ഥാനമാക്കി എല്ലാ രാജ്യങ്ങളുടെയും എംബസി ജെറുസലേമിൽ വരണമെന്നാണ് ഇസ്രായേലിൻ്റെ ആഗ്രഹം. അതാദ്യമായി അതിനു വേണ്ടിയിട്ട് ആ ആഗ്രഹം സാധിക്കാൻ ആദ്യമായ എംബസി അവിടെ തുറന്നത് അമേരിക്ക ട്രംപിൻ്റെ കാലത്താണ്. ഒരു കാര്യം, നിങ്ങളുടെ പ്രശ്നം അപ്പം ഹമാസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ രാജ്യം എടുത്തോ, നീ അവിടെ കിടന്നോണം, പുറത്തോട്ട് വരരുത്, വെടിവെക്കണമെങ്കിൽ സ്വന്തം അണ്ണാക്കിലോട്ട് വെച്ചോണം എന്നൊക്കെ പറയാം. അല്ലാതെ ഇസ്രായേലിൻ്റെ മുതോത്ത് കയറിയാൽ ഞാൻ വന്ന് അടിച്ച് നിരപ്പാക്കുമേ എന്ന് പറഞ്ഞ് ഗസയെ വിടാം. അത് കഴിഞ്ഞ് ഇസ്രായേലെ നെതന്യാഹു, നിനക്കെന്താ വേണ്ടത്? നിനക്ക് വിശാല ഇസ്രായേൽ വേണം. ലെബനോൻ കുറച്ച് നീ പിടിച്ചില്ലേ, നീ എട്. സിറിയ കുറച്ച് നീ പിടിച്ചില്ല, അതും നീ എട്. ഇനി നിനക്ക് ഈജിപ്തിൻ്റെ എവിടെയാണോ, ഈജിപ്തിൽ കുറച്ച് സ്ഥലം അവന്മാർക്ക് കൊടുക്കും എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടാത്ത സ്ഥലം കുറച്ച് അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ് സിറിയ, ലെബനോൻ, ഈജിപ്ത് കുറച്ച് ഭാഗം കൂടെ ഇപ്പം തന്നെ സിറിയയുടെയും ഈജിപ്തിൻ്റെയും ലെബനോണിൻ്റെയും ജോർദാൻ്റെയും സ്ഥലങ്ങൾ ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്. അമേരിക്ക പറയാണ്, നിങ്ങളുടെ കുറേ സ്ഥലം അവന്മാരുടെയിലുണ്ട്, ഇനി കൂടുതൽ കൊടുക്കണ്ട, ഇപ്പം കയ്യിരിക്കുന്ന അത്രയും. അത് ഇസ്രായേൽ വേറെ കയറി വന്ന് മാന്തത്തില്ല, ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഇസ്രായേൽ, നീ ഇത് നിനക്ക് പൂർണ്ണമായിട്ട് തന്നിരിക്കുന്നു, മേലാൽ നിങ്ങൾ പോയി ഇസ്രായേലിനോട് ചോദിക്കരുത്, പ്രശ്നം തീർന്നേ ഇവിടെ നിർത്തിക്കോണം, അല്ലെ ഞാൻ ഇടപെടുകയെ എന്ന് പറഞ്ഞ് ഒരു ട്രീറ്റി ഉണ്ടാക്കിയാൽ ഇസ്രായേലിൻ്റെ വിശാല ഇസ്രായേൽ എന്നുള്ള ലക്ഷ്യം സാധിച്ചു. ഇപ്പോൾ കയ്യിലിരിക്കുന്ന ഗോലാൻ കുന്നുകളാവട്ടെ അല്ലെങ്കിൽ ടെമ്പിൾ മൗണ്ട് ആവട്ടെ, ഇതൊക്കെ തർക്കത്തിലുള്ള സ്ഥലമാണ്. ലെബനോണിൻ്റെ കുറേ സ്ഥലം പിടിച്ചിട്ടുണ്ട്, ഡമാസ്കസിന് 25 കിലോമീറ്റർ വരെ സിറിയയെ പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇസ്രായേലിന് സ്ഥിരമായി കിട്ടിയാൽ വിശാല ഇസ്രായേൽ എന്നുള്ള ലക്ഷ്യവും സാധിച്ചു. അപ്പം ഇങ്ങനത്തെ പദ്ധതികളൊക്കെയാണ് ട്രംപ് നോക്കുന്നത്. പിന്നെ ട്രംപ് ഒന്നാന്തരം കച്ചവടക്കാരനാണ്.
അപ്പോൾ ഇന്ത്യയോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ സാധനം ഇറക്കുമതി ഈ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ടാക്സ് കൂട്ടിയാൽ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് വിടുന്ന സാധനത്തിനും ഞാൻ ടാക്സ് കൂട്ടും. അതുകൊണ്ട് എനിക്ക് കച്ചവടമാണ്, ഞാൻ കച്ചവടക്കാരനാണ്. അമേരിക്കയ്ക്ക് പണം ഉണ്ടാക്കണം, അമേരിക്കയ്ക്ക് എന്നും കൂടുതൽ സൂപ്പർ പവറായിട്ട് നിൽക്കണം. അതോടൊപ്പം തന്നെ ഞാനൊരു കച്ചവടക്കാരൻ, ട്രംപ് എന്ന ഞാൻ കച്ചവടക്കാരനാണ്. എനിക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടി 4 കാശ് ഉണ്ടാക്കണം, എൻ്റെ സംരംഭങ്ങൾ ലോകത്തെല്ലായിടത്തും തുടങ്ങണം, അമേരിക്കൻ കമ്പനികൾ തുടങ്ങണം. അങ്ങനെ ഉണ്ട്, നിങ്ങൾക്കും ഗുണമുണ്ട്, എനിക്കും ഗുണമുണ്ട്. അപ്പോൾ പിന്നെ മാത്രമല്ല, ആ ട്രംപിന് നന്നായിട്ട് അറിയാം. ട്രംപ് മോദിയെക്കുറിച്ച് മുമ്പ് പറഞ്ഞതെന്നറിയോ? ടഫ് നെഗോഷിയേറ്റർ എന്നാണ് പറഞ്ഞത്. അത്ര എളുപ്പത്തിലൊന്നും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്ന ആളല്ല മോദി എന്നറിയാം. കാരണം മോദി ഗുജറാത്തുകാരനാണ്, കച്ചവടം ഗുജറാത്തിയെ പഠിപ്പിക്കണ്ട. അപ്പോൾ മോദിക്കും അറിയാം ട്രംപിൻ്റെ അടുത്ത് എങ്ങനെ പെരുമാറണമെന്ന്. മോദി എന്താണെന്ന് ട്രംപിനും അറിയാം. ഇവർ തമ്മിൽ സൗഹൃദമുണ്ട്. മോദിയും ട്രംപും തമ്മിൽ സൗഹൃദം ഉള്ളതുകൊണ്ട് അമേരിക്ക വാരിക്കോരി നമുക്ക് തരുമെന്നോ അമേരിക്ക ഇന്ത്യയെ അങ്ങ് കാത്തുരക്ഷിക്കുമോ ഒന്നും കരുതണ്ട. കാരണം അമേരിക്കയ്ക്ക് എപ്പോഴും അമേരിക്കൻ താല്പര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ കച്ചവട താല്പര്യങ്ങൾ, വ്യാപാര താല്പര്യങ്ങൾക്കനുസൃതമായി ഇന്ത്യ ചില നികുതി ഇളവുകളൊക്കെ കൊടുക്കുകയും അമേരിക്കൻ കമ്പനികളെ ഇവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കുകയൊക്കെ ചെയ്താൽ ഇന്ത്യക്കും ഗുണമുണ്ടാകും. അത്തരം ബുദ്ധിപരമായൊരു നിലപാടാണ് മോദി എടുക്കേണ്ടത്. അത് നടക്കുമെന്ന് തന്നെയാണ് നമുക്ക് കരുതാവുന്നത്. കാരണം ഇനിയിപ്പം മോദിക്കും 4 വർഷം അല്ലേ, ട്രംപിനും 4 വർഷം. അടുത്ത 4 വർഷം ഇവർ മച്ചാനുമായിട്ട് പോട്ടെ, നമ്മുടെ രാജ്യത്തിന് ഗുണമുണ്ടാവട്ടെ. ഇതുപോലെ ഈ ചില സാധനമൊക്കെ കരഞ്ഞു തീർക്കേണ്ട ആളുകൾ അപ്പോഴും കരഞ്ഞു തീർക്കട്ടെ. അവർക്ക് വേണ്ടി നമ്മൾ ഇന്നത്തെ മനോരമ വാർത്ത ഡെഡിക്കേറ്റ് ചെയ്യും.